ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ റിലേഷൻഷിപ്പിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ചില സമയത്ത് എനിക്ക് വല്ലാതെ പേടി തോന്നും, ചില സമയത്ത് ഞാൻ ആളിൽ നിന്നും വിഡ്രോ ചെയ്ത് നിൽക്കും. അത് ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ആവണമെന്നില്ല. ചില സമയത്ത് നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നമ്മുടെ പാരൻസ്, കെയർ ഗിവേഴ്സ്, അല്ലെങ്കിൽ മുന്നേ ഉണ്ടായ റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ നമുക്കുണ്ടായ ഓരോ അനുഭവങ്ങളാണ് നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ചില ആളുകൾ റിലേഷൻഷിപ്പിൽ ഭയങ്കര സെക്യൂർ ആയിരിക്കും, കാരണം അവരുടെ ഈ പാസ്റ്റിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഇതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ചില ആൾക്കാർ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. ചെറിയ ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ പോലും അവരെ ത്രെട്ടനായിട്ട് അവരിട്ടിട്ട് പോകുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവാറുണ്ട്. ചില ആളുകളാണെങ്കിൽ റിലേഷൻഷിപ്പിലും പാർട്ട്ണറിനെ അവോയ്ഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അവർക്ക് അവരുടെ ഇൻഡിപെൻഡൻസ് നഷ്ടമായി പോകുമോ എന്നുള്ള പേടി കാരണം അവർ വിഡ്രോ ചെയ്ത് ഇരിക്കാറുണ്ട്. ഇത് നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മളിത് കൺട്രോൾ ചെയ്യാണ്. ഇവിടെ നമ്മുടെ പേടി അതെന്തായാലും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളെ അവോയ്ഡ് ചെയ്യുമോ എന്നുള്ള പേടിയും ഒക്കെ നമ്മുടെ ഫിയറാണ്. അപ്പോൾ ഈ ഫിയർ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് പ്രോപ്പർലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മുടെ പേടി ക്വസ്റ്റ്യൻ ചെയ്യുമോ അല്ലെങ്കിൽ നീ എന്നെ വിട്ടു പോവോ റീഅഷുറൻസ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പാർട്ട്ണറിന് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ പേടി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേണം റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആക്കി കൊണ്ടുവരാൻ.